ഏവർക്കും ലേൺസിയോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ അടുത്തതായി പഠിക്കുന്നത് മലയാളി മെമ്മോറിയലിനെ കുറിച്ചാണ്. നമ്മൾ തരുന്ന ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായി പഠിച്ചു പോകുന്നുണ്ടല്ലോ. കാരണം പിന്നീട് പഠിക്കാമെന്ന് കരുതി മാറ്റിവെക്കുകയാണെങ്കിൽ അവസാനം അത് ഓവർലോഡ് ആവുകയും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാതെ വരികയും അങ്ങനെ പരീക്ഷയിൽ പരാജയപ്പെടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു തെറ്റ് ഇനി നമ്മൾ ആവർത്തിക്കാൻ പാടില്ല. ഈ ക്ലാസ് നിങ്ങൾ പഠിച്ചു കഴിയുകയാണെങ്കിൽ വീഡിയോയുടെ താഴെ പഠിച്ചു എന്നൊന്ന് കമൻറ്റ് ആയി രേഖപ്പെടുത്തുക. കാരണം തരുന്ന ക്ലാസ്സുകൾ എത്ര പേർ കൃത്യമായി ആത്മാർത്ഥതയോടെ പഠിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് മലയാളി മെമ്മോറിയലിനെ കുറിച്ച് നോക്കാം. നമ്മുടെ കൊച്ചു കേരളത്തിൽ പണ്ട് കാലത്ത് തിരുവിതാംകൂർ എന്നു പേരുള്ള ഒരു രാജ്യം ഭരിച്ചിരുന്നത് അവിടുത്തെ രാജാക്കന്മാരായിരുന്നു. അന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് മിടുക്കരായ ആളുകളുണ്ടായിരുന്നു. അവർക്ക് പഠിക്കാനും നല്ല ജോലികൾ ചെയ്യാനും വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ രാജാവിൻ്റെ കീഴിലുള്ള ജോലികൾ ലഭിക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം മിക്ക ജോലികളും ലഭിച്ചിരുന്നത് രാജകുടുംബത്തിൽ ഉള്ളവർക്കും പുറത്തുനിന്ന് വന്ന തമിഴന്മാർക്കും ഇംഗ്ലീഷുകാർക്കും ആയിരുന്നു. നമ്മുടെ സ്വന്തം നാട്ടുകാർക്ക് വേണ്ടത്ര ജോലിയോ അവസരങ്ങളോ കിട്ടിയിരുന്നില്ല. ആ സമയത്ത് സർ ടി മാധവറാവു ആയിരുന്നു തിരുവിതാംകൂർ രാജാവിൻ്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ദിവാൻ. അദ്ദേഹം ഒരുപാട് പുതിയ ജോലികൾ കൊണ്ടുവന്നെങ്കിലും ഈ ജോലികളിൽ ഭൂരിഭാഗവും അദ്ദേഹം പുറത്തുനിന്നുള്ള ആളുകളെയാണ് നിയമിച്ചത്. ഇത് നമ്മുടെ നാട്ടുകാരെ വല്ലാതെ വേദനിപ്പിച്ചു. നമ്മുടെ നാട്ടിൽ നമുക്കല്ലേ ആദ്യം ജോലി കിട്ടേണ്ടത് എന്ന് അവർക്ക് തോന്നി. ഈ വിഷയം ആളുകൾക്കിടയിൽ വലിയ ചർച്ചയായി. ഈ സങ്കടം സഹിക്കവയ്യാതെ നമ്മുടെ നാട്ടിലെ മിടുക്കരായ ചില ആളുകൾ ഒരുമിച്ചു ചേർന്നു. ബാരിസ്റ്റർ GP പിള്ള ആയിരുന്നു ഇതിന് മുൻകൈയെടുത്തത്. അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി CV രാമൻ പിള്ള, KP ശങ്കരമേനോൻ, കാവാലം നീലകണ്ഠപിള്ള, കണ്ടിയൂർ പരമേശ്വരപിള്ള, C കൃഷ്ണപിള്ള തുടങ്ങിയ പ്രമുഖ വ്യക്തികളും ഉണ്ടായിരുന്നു. അപ്പം ബാരിസ്റ്റർ GP പിള്ളയായിരുന്നു ഇതിന് മുൻകൈ എടുത്തത്. അദ്ദേഹത്തെ സഹായിക്കാൻ ആരൊക്കെ ഉണ്ടായിരുന്നു? CV രാമൻ പിള്ള, KP ശങ്കരമേനോൻ, കാവാലം നീലകണ്ഠൻ പിള്ള, കണ്ടിയൂർ പരമേശ്വരൻ പിള്ള, C കൃഷ്ണപിള്ള തുടങ്ങിയവരും ഉണ്ടായിരുന്നു. അവർ ഒരു വലിയ കടലാസിൽ നമ്മുടെയെല്ലാം ആഗ്രഹം എഴുതി ചേർത്തു. ആ കടലാസിൽ എന്തൊക്കെയായിരുന്നു എഴുതിയത് എന്നല്ലേ? തിരുവിതാംകൂറിലെ സർക്കാർ ജോലികൾ അവിടുത്തെ മലയാളികൾക്ക് തന്നെ ആദ്യമായി നൽകണം. സർക്കാർ നിയമനങ്ങളിൽ തമിഴ് ബ്രാഹ്മണരെയും മറ്റ് അന്യദേശക്കാരെയും നിയമിക്കുന്നത് നിർത്തണം. വിദ്യാഭ്യാസ യോഗ്യതയും കഴിവുമുള്ള മലയാളികൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകണം. നാടിൻ്റെ ഭരണകാര്യങ്ങളിൽ മലയാളികളെയും ഉൾപ്പെടുത്തണം. അപ്പം എന്തൊക്കെയായിരുന്നു? തിരുവിതാംകൂറിലെ സർക്കാർ ജോലികൾ അവിടുത്തെ മലയാളികൾക്ക് തന്നെ ആദ്യമായി നൽകണം. സർക്കാർ നിയമനങ്ങളിൽ തമിഴ് ബ്രാഹ്മണരെയും മറ്റ് അന്യദേശക്കാരെയും നിയമിക്കുന്നത് നിർത്തണം. വിദ്യാഭ്യാസ യോഗ്യതയും കഴിവുമുള്ള മലയാളികൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകണം. നാടിൻ്റെ ഭരണകാര്യങ്ങളിൽ മലയാളികളെയും ഉൾപ്പെടുത്തണം. ഈ ആവശ്യങ്ങളടങ്ങിയ കടലാസിൽ 10,028 പേർ ഒപ്പിട്ടു. അത്രയും പേർക്ക് ഒരേ ആഗ്രഹമുണ്ടായിരുന്നു എന്നോർക്കുമ്പോൾ അത് വലിയൊരു ശക്തിയായിരുന്നു. അപ്പോൾ എത്ര പേരാണ് ഒപ്പിട്ടത്? 10,028 പേർ ഒപ്പിട്ടു. ഈ കടലാസിനെയാണ് നമ്മൾ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. 1891 ജനുവരി 1 ഈ മെമ്മോറിയൽ അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് നേരിട്ട് സമർപ്പിച്ചത്. അപ്പം എന്നാണ് 1891 ജനുവരി 1 ഈ മെമ്മോറിയൽ അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് നേരിട്ട് സമർപ്പിച്ചത്. രാജാവിന് ഈ നിവേദനം കിട്ടിയപ്പോൾ ആദ്യം അത്ര സന്തോഷമായില്ല. അന്നത്തെ ദിവാനായിരുന്ന TR രാമറാവു ഈ മെമ്മോറിയലിനെ ശക്തമായി എതിർത്തു. രാജാവിൻ്റെ ഉപദേശകരും മെമ്മോറിയലിന് അനുകൂലമായിരുന്നില്ല. എന്നിരുന്നാലും ഈ മെമ്മോറിയൽ ഒരു വലിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടു.
നമ്മുടെ നാട്ടുകാരുടെ അവകാശങ്ങൾ എന്നതിനെക്കുറിച്ച് ആളുകൾ പരസ്യമായി സംസാരിക്കാൻ തുടങ്ങി. പത്രങ്ങളിലും മറ്റും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ വന്നു. മലയാളി മെമ്മോറിയൽ ഒറ്റയടിക്ക് എല്ലാം മാറ്റിയില്ലെങ്കിലും നമ്മുടെ നാട്ടുകാർക്ക് സർക്കാരിലെ ജോലികളിൽ കൂടുതൽ അവസരം കിട്ടുന്നതിനും വിദ്യാഭ്യാസം നേടുന്നതിനും വലിയ സഹായമായി. ഇത് തിരുവിതാംകൂറിലെ പൊതുഭരണത്തിലും സാമൂഹിക ജീവിതത്തിലും വലിയ സ്വാധീനം ചെലുത്തി. പിന്നീട് ഈ സംഭവം 1896 നടന്ന ഈഴവ മെമ്മോറിയൽ പോലുള്ള മറ്റു പ്രക്ഷോഭങ്ങൾക്ക് പ്രചോദനമായി. സാവധാനത്തിലാണെങ്കിലും തിരുവിതാംകൂറിലെ ഭരണരംഗത്ത് തദ്ദേശീയർക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കാൻ ഇത് സഹായിച്ചു. മലയാളി മെമ്മോറിയൽ ഒരു സാധാരണ നിവേദനം മാത്രമായിരുന്നില്ല. ഇത് തിരുവിതാംകൂറിലെ ജനങ്ങൾ തങ്ങളുടെ അവകാശങ്ങൾ തിരിച്ചറിയുകയും അതിനുവേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്തതിൻ്റെ ആദ്യകാല ഉദാഹരണങ്ങളിൽ ഒന്നാണ്. ഈ സംഭവം നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ്. ഇനി നമുക്ക് മലയാളി മെമ്മോറിയലിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നോക്കാം. മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ രാജാവിന് സമർപ്പിക്കപ്പെട്ട വർഷം 1891 ജനുവരി 1 എന്നാണ്. 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട വർഷം. മലയാളി മെമ്മോറിയലിന്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരനാരാണ്? CV രാമൻ പിള്ളയാണ്. അപ്പം മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ രാജാവിന് സമർപ്പിക്കപ്പെട്ട വർഷം 1891 ജനുവരി 1 മലയാളി മെമ്മോറിയലിന്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരനാരാണ്? CV രാമൻ പിള്ളയാണ്. മലയാളി മെമ്മോറിയൽ രാജാവിന് സമർപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ KP ശങ്കരമേനോനാണ്. അപ്പം മലയാളി മെമ്മോറിയൽ രാജാവിന് സമർപ്പിച്ചതാരാണ്? KP ശങ്കരമേനോനാണ്. മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ചത് KP ശങ്കരമേനോനാണ്. അപ്പം മലയാളി മെമ്മോറിയൽ രാജാവിന് സമർപ്പിച്ചതും മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ചതുമാരാണ്? KP ശങ്കരമേനോനാണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കാനുള്ള നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരനാരാണ്? നോർട്ടനാണ്. അപ്പം മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ രാജാവിന് സമർപ്പിക്കപ്പെട്ട വർഷം 1891 ജനുവരി 1 മലയാളി മെമ്മോറിയലിന്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരനാരാണ്? CV രാമൻ പിള്ളയാണ്. മലയാളി മെമ്മോറിയൽ രാജാവിന് സമർപ്പിച്ചതും മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ചതുമാരാണ്? KP ശങ്കരമേനോനാണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കാനുള്ള നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരൻ ആരെന്ന് ചോദിച്ചാൽ നോർട്ടനാണ്. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയ സാഹിത്യകാരനാരാണ്? CV രാമൻ പിള്ളയാണ്. മലയാളി മെമ്മോറിയലിന്റെ ആശയം ഉൾക്കൊണ്ട് ഡോക്ടർ പൽപ്പു നേതൃത്വം നൽകിയ നിവേദനമാണ് ഈഴവ നിവേദനം. അപ്പം മലയാളി മെമ്മോറിയലിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഡോക്ടർ പൽപ്പു നേതൃത്വം നൽകിയ നിവേദനം ഏതാണ്? ഈഴവ മെമ്മോറിയലാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മലയാളി മെമ്മോറിയലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ തമിഴ് ബ്രാഹ്മണർ സമർപ്പിച്ച നിവേദനം ഏതാണ്? എതിർ മെമ്മോറിയലാണ്. അപ്പം മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ തമിഴ് ബ്രാഹ്മണർ സമർപ്പിച്ച നിവേദനം ഏതാണ്? എതിർ മെമ്മോറിയലാണ്. എതിർ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ചത് 1891 ജൂൺ 3 അപ്പം എതിർ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ചത് എന്നാണ്? 1891 ജൂൺ 3 അപ്പം മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയ സാഹിത്യകാരൻ CV രാമൻ പിള്ളയാണ്. മലയാളി മെമ്മോറിയലിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഡോക്ടർ പൽപ്പു നേതൃത്വം നൽകിയ നിവേദനം ഏതാണ്? ഈഴവ മെമ്മോറിയലാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മലയാളി മെമ്മോറിയലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ തമിഴ് ബ്രാഹ്മണർ സമർപ്പിച്ച നിവേദനമാണ് ഇത്? എതിർ മെമ്മോറിയൽ. എതിർ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ചത് 1891 ജൂൺ 3 മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ ആരായിരുന്നു തിരുവിതാംകൂർ ദിവാൻ എന്ന് ചോദിച്ചാൽ T രാമറാവു ആണ്.
അപ്പം ആരായിരുന്നു? ടി രാമറാവു ആണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ. തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖയുടെ രചയിതാവായിരുന്നു ബാരിസ്റ്റർ GP പിള്ള. തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖയുടെ രചയിതാവാരായിരുന്നു? ബാരിസ്റ്റർ GP പിള്ളയാണ്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് KP ശങ്കരമേനോനാണ്. ആരാണ്? KP ശങ്കരമേനോനാണ്. മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെച്ച വിവിധ സമുദായത്തിൽപ്പെട്ടവരുടെ എണ്ണം ചോദിച്ചാൽ 10,028 പേരാണ്. എത്ര പേരാണ് ഒപ്പുവെച്ചത്? 10,028 പേരാണ് ഒപ്പുവെച്ചത്. മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പുവാണ്. അപ്പം മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? ടി രാമറാവു ആണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖയുടെ രചയിതാവാരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് KP ശങ്കരമേനോനാണ്. മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെച്ച വിവിധ സമുദായങ്ങളിൽപ്പെട്ടവരുടെ എണ്ണം 10,028 ആണ്. മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പുവാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവും ആര് തന്നെയാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. മലയാളി മെമ്മോറിയലിൽ രണ്ടാമത് ഒപ്പുവെച്ചത് GP പിള്ളയാണ്. മലയാളി മെമ്മോറിയലിനെ കുറിച്ച് CV രാമൻപിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രം ഏതാണ്? മിതഭാഷിയാണ്. അപ്പം മിതഭാഷിയുടെ പ്രത്യേകത എന്താണ്? മലയാളി മെമ്മോറിയലിനെ കുറിച്ച് CV രാമൻപിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രമാണേത്? മിതഭാഷി. എതിർ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തികളായിരുന്നു E രാമയ്യർ, രാമനാഥൻ റാവു എന്നിവർ. അപ്പൊ എന്താണ്? തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവാരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. മലയാളി മെമ്മോറിയലിൽ രണ്ടാമത് ഒപ്പുവെച്ചതും ആരാണ്? GP പിള്ളയാണ്. മലയാളി മെമ്മോറിയലിനെ കുറിച്ച് CV രാമൻപിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രം ഏതാണ്? മിതഭാഷിയാണ്.